2024 നവംബർ 13 പത്തനംതിട്ട ആസ്ഥാനമായിക്കൊണ്ട് പത്തനംതിട്ട ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ ഞങ്ങൾ ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയാണ്. അതിനുശേഷം വിവിധ തലങ്ങളിൽ പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനം വിപുലമാക്കുന്നതിന് വേണ്ടി ധാരാളം ആളുകളെ സമീപിക്കുകയും അതിൽ നിന്നൊക്കെ സഹായ വാഗ്ദാനങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അതായത് ചികിത്സാതര സഹായം, അതുപോലെ ഭക്ഷണ വിതരണം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഈ സൊസൈറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു വൃദ്ധസദനം, പിന്നെ അതോടനുബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിനോട് ഞങ്ങൾ സമീപിച്ചപ്പോഴേ 2-3 അഭ്യുദയകാംക്ഷികള് ഞങ്ങൾക്ക് സ്ഥലം തരാം എന്ന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് വീണ്ടും ധാരാളം സമ്പത്ത് വേണ്ടി വരുമെന്നുള്ള ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നു. വാക്കാൽ പറഞ്ഞതേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകും. അതോടൊപ്പം പലയിടത്തു നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു നല്ല തുക ഈ സൊസൈറ്റിക്ക് ലഭിക്കാനും ഈ സൊസൈറ്റിയുടെ വിപുലീകരണത്തിനും, അതോടൊപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് പിന്നെ അംഗങ്ങളായിട്ടുള്ള കലാകാരന്മാർക്ക് ഈ സൊസൈറ്റിയിൽ നിന്ന് പെൻഷൻ ഉൾപ്പെടെയുള്ള സഹായധനം, അതായത് ആവശ്യം അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് മറ്റു പെൻഷൻ ഉണ്ടെങ്കിൽ സൊസൈറ്റിയുടെ ഫണ്ടിൽ നിന്ന് ഒരു പെൻഷൻ കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിത് ആവിഷ്കരിച്ചിരിക്കുന്നത്. സ്നേഹതരംഗം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 1ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്നതിൽ ഇതിലുള്ള എല്ലാ പ്രതിഭകൾക്കും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിന്ന് ഒരു സിനിമാ നടനായി ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച മറ്റാരുമല്ല ഈ നാട്ടിലെ ബഹുമുഖ പ്രതിഭകളായ മിമിക്രി കലാകാരന്മാരും പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുകളാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും ചേർന്നാണ് എന്നെ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചത്. ഞാനും നിങ്ങളെ പോലെ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരു വലിയ മനുഷ്യന്റെ മകനായിട്ട് ജനിച്ച ഒരു ഭാഗ്യം മാത്രമാണ് എനിക്ക് കിട്ടിയത്. എന്നെ ഇന്ന് ഈ നിലയിലേക്ക് എത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. കൊട്ടാരക്കര, പൂവത്തൂർ, മണികണ്ഠനൊക്കെ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്നേഹവും ആദരവും സഹകരണവും കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു പ്രോഗ്രാം ചെയ്തത്. പ്രോഗ്രാമിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കണം. അതിനുകൊണ്ടല്ല, ചെറിയ അറിവില്ലായ്മകളുണ്ടും അതിന്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോകാവുന്നതാണ്. അടുത്ത പ്രാവശ്യത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ എന്നെ ക്ഷണിക്കണം. ഈ കാണിച്ച പ്രോഗ്രാമിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ അറിവോടും കൂടി ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കണം. അടിപൊളി പ്രോഗ്രാം ആയിരിക്കണം. എനിക്ക് ഇന്നത്തെ ഒരു ജോലി കൂടുതൽ ഞാൻ പ്രസംഗിക്കുന്നില്ല. എന്റെ ഇന്നത്തെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുക മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്നേഹതരംഗം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു. ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നിർവഹിക്കുന്നത് ശ്രീ പുനലൂർ ഗുലാൻ, റഷ്യ ഗുലാൻ, അവര് ദമ്പതികളാണ്. അവരിപ്പോൾ ഭദ്രദീപം ആദ്യമായി ദീപശിഖ എടുത്തുകൊണ്ട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം വിശിഷ്ട അതിഥികളായി കടന്നു വന്നവർ ഓരോരുത്തരായി മറ്റ് ദീപം ജ്വാലകൾ തെളിയിക്കുന്നു. അനുശ്വരനായ നമ്മുടെ എല്ലാമായിരുന്ന ജയൻ, അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ഒരു കലാകാരൻ വേദിയെ സന്തുഷ്ടമാക്കുകയാണ്. ഈ അവസരത്തിൽ നല്ലൊരു കൈ കൊടുക്കാം. ചാരിറ്റബിൾ സൊസൈറ്റിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കുറച്ചു നേരം താഴെ പോസ്റ്റ് ആയെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ക്ഷണിച്ച ജയന്തിന് പ്രത്യേകം നന്ദി പറയുന്നു.
മാത്രമല്ല ഇതിലെല്ലാ പ്രവർത്തകർക്കും നന്ദി പറയുന്നു. പിന്നെ മുരളിച്ചേട്ടനെ കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഗുലാന്റെ ഫ്രണ്ടാണ്, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദരവ് സ്വീകരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പ്രിയപ്പെട്ട ഏക ചേച്ചി, സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചേട്ടനാണ് സുഹൃത്തേട്ടൻ. അപ്പൊ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പറയാൻ പറ്റില്ല, കാര്യം തിരുവനന്തപുരത്താണ് എന്റെ മനസ്സ് മുഴുവൻ നിൽക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം പ്രദർശിക്കാൻ ഇത് മുങ്ങിയതാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ. കേരളത്തിലെ വിവിധ മേഖലകളിൽ, വിവിധ തുറകളിൽ, വിവിധ പല വാനുകളിലായി അല്ലെങ്കിൽ ടൈലുകളിലായി നിരവധിയായ ചാരിറ്റി പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. അഭിനന്ദനമായ കാര്യമാണ് സഹോദര തുല്യരായ ജയൻ ചക്രയുടെ നേതൃത്വത്തിൽ, ഏറെ പ്രിയപ്പെട്ട സഹോദരൻ ശോഭനാഥിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നതിൽ അഭിമാനമുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എൻ്റെ പേര് ശരവി എന്നാണ്. ഞാൻ 1942 യുദ്ധകാലത്ത് യുദ്ധക്കപ്പലുണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ഭാര്യയാണ്. പിന്നെ എൻ്റെ മോനെ ഒരു ബാർ കമാൻഡറായിരുന്നു. എൻ്റെ ഭർത്താവ് 36 വർഷമായി. എൻ്റെ ഒരു മോൻ മരിച്ചിട്ട് 26 വർഷമായി. ആക്സിഡന്റ് മരിച്ചാണ്. ഒരു മോൻ മരിച്ചിട്ട് 3 വർഷം. പിന്നെ ഈ ഒരു മോൻ മാത്രമേ ഇനി എനിക്കുള്ളൂ. ഞാനൊരു പ്രശ്നത്ത് വർക്ക് ചെയ്യുന്നതാണ്. ഗ്ലോബൽ വുമൺ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വനിതാ ചീഫായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ അറിയാവുന്ന സാറിന്റെ പടവിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 78 വയസ്സുള്ളപ്പോൾ ഞാനിങ്ങനെ മീറ്റിങ്ങിനായിട്ട് പോകുമായിരുന്നു. നമ്മൾ ഹൈക്കോടതി ജഡ്ജിയിരിക്കുന്ന സ്റ്റേജിലാണ് എനിക്ക് പ്രസംഗിക്കേണ്ടത്. അതിന് ഞാൻ പോകുമ്പോൾ എൻ്റെ മകനോട് പറഞ്ഞ് 88 വയസ്സ് കഴിഞ്ഞില്ലേ അതിന് കഴിയാൻ. ഷാജഹാൻ മിത്ര സാറിനെ ഞാൻ പരിചയപ്പെടുത്തിയില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ അതിനകത്ത് ഒരുപാട് തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടാവും. അദ്ദേഹം തന്നെ അത് 2 വാക്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഈ വേദിയിലൊക്കെ ഇങ്ങനെ നിൽക്കാൻ എനിക്ക് സോഷ്യൽ മീഡിയയിൽ എനിക്ക് നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ ബാബു സുജിത്തിനോടൊപ്പം ചേർന്ന് നിന്ന വ്യക്തിത്വമാണ് ഷാജഹാൻ. ഷാജഹാനേക്കാൾ ഫേസ്ബുക്ക് പേജിൽ, യൂട്യൂബ് പേജിൽ കൂടെയൊക്കെയാണ് ഞാൻ എൻ്റെ മുഖം ഒന്ന് കാണിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കും. യോഗത്തിന്റെ മഹത്തായ യോഗത്തിന്റെ സ്നേഹതരംഗം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അധ്യക്ഷൻ, ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ എൻ്റെ പ്രിയ സുഹൃത്ത് മുരളീജയൻ, കലാകാരന്മാരെല്ലാം നമ്മൾ പരിചയപ്പെടുന്നത് ജയചന്ദ്ര, ബാബു സുജിത്ത്. മുരളീജയൻ എൻ്റെ സുഹൃത്താണ്. കാര്യം ഞങ്ങൾ ഒത്തിരി വർഷം കൊല്ലത്തിൽ കരാട്ടെ സംഘത്തിൽ ഒരുപാട് വർഷം കരാട്ടെ പഠിക്കും. ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് വർഷം പഠിച്ചു. അദ്ദേഹം പിന്നെ തുടർന്ന് പഠിക്കാൻ പറ്റില്ല. ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാലം കൂടെ ഒരു 10-20 വർഷം കൂടി മുമ്പോട്ട് പോയി. അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. 5000 കുട്ടികളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ കരാട്ടയിൽ കുറച്ച് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം വന്നത് 7th റാങ്ക് വരെ പഠിച്ചു. വേൾഡ് റെക്കോർഡ്, കരാട്ടെ വേൾഡ് റെക്കോർഡ് കിട്ടി. 20 മിനിറ്റിൽ 100 ചുറ്റുകട്ട പഠിച്ച് വേൾഡ് റെക്കോർഡ് കിട്ടി. എന്നെ കുറച്ച് പുകഴ്ത്തി പറയാനൊന്നുമല്ല, ഞാനതിന് പ്രാപ്തമല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ജപ്പാനിൽ നടന്ന കരാട്ടെ മത്സരത്തിൽ, വേൾഡ് കരാട്ടെ മത്സരത്തിൽ 2nd പ്രൈസ് കിട്ടി. ഇങ്ങനെയൊക്കെ ചെറിയ ഭാഗ്യങ്ങളുണ്ടായി. ഈ മുരളീജയന്റെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒത്തിരി വർഷം ഒന്നിച്ച് കരാട്ടെ ഫീൽഡ് വർക്ക് ചെയ്യും. ഇദ്ദേഹവും ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഞങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് കുട്ടികളൊക്കെ എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ കരാട്ടയുടെ മീഡിയയൊക്കെ തന്നെയാണ്. കരാട്ടയിൽ ഇപ്പോഴും ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, കുറേ കുട്ടികൾ ക്ലാസ് എടുക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം പോയി ക്ലാസ് എടുക്കും. ഇതൊരു ഭാഷണാക്കി മാറ്റി ഇദ്ദേഹം ഇപ്പോഴും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ജീവിത സാഹചര്യങ്ങളുണ്ട്, ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ഞാനത് ഇഷ്ടം ഉണ്ടായതുകൊണ്ട് തുടർ പഠനത്തിലേക്ക് പോയി. ആദ്യം ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും മാർഷൽ ആർട്സിനെ നല്ലപോലെ സ്നേഹിക്കുന്നത് നമ്മുടെ ചങ്കാണ്. ഉപദേശിക്കാൻ ഉള്ള ആളൊന്നുമില്ല ഞാൻ, അത്ര വലിയ പ്രായമൊന്നുമില്ല. എന്നാലും ഈ വീഡിയോയിലൂടെയാണ് നമ്മുടെ ഇങ്ങോട്ട് ഈ ആൾക്കാരുടെ സങ്കടങ്ങൾ എത്തുന്നത്. ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചത് കൊണ്ട് ഒരുപാട് പേരുദോഷങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപ ഒക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കിട്ടിയ ആൾക്കാർ ഇവരുടെ ആവശ്യം ഒരു 5 ലക്ഷം രൂപയായി. പിന്നെ 45 ലക്ഷം രൂപ ഇവരുടെ അധിക ആവശ്യത്തിന് വരുന്നതാണ്. അങ്ങനെ നമ്മൾ ആദ്യകാലത്ത് ഇവരുടെ കയ്യിൽ നിന്ന് 10 രൂപ പോലും നമ്മൾ വാങ്ങാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പെട്രോൾ അടിക്കാത്ത പൈസ തന്നാൽ പോലും ഞാൻ പറയും ചേട്ടൻ അറിയാമല്ലോ
നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട എന്ന് പറയും. രണ്ടാമത് കുറേ അങ്ങ് ആയി കഴിഞ്ഞപ്പോൾ 1-2 പേര് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് വിളിച്ചു. അപ്പോൾ അവരുടെ ചെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അധികം കിട്ടുന്ന പണം, ഈ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് അധികം കിട്ടുന്ന പണം ഇതുപോലെ രോഗങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കണം, ഞങ്ങൾ മുഖേന നിങ്ങളുടെ സാഹചര്യത്തിൽ കൈമാറണം എന്ന് ഒരുപാട് പേരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഈ അടുത്ത് 1-2 ഇടത്ത് ചെന്നപ്പോൾ എനിക്ക് ഇവരുടെ ഈ സംസാരം കണ്ടിട്ട് ഞാൻ എൻ്റെ വേറെ സുഹൃത്തുക്കളെ തരുന്നത് അങ്ങനെ ഒത്തിരിയാണ്. ഇപ്പം ഈ ചാരിറ്റി വീഡിയോ രജിക്ക് അറിയായിരിക്കും, വീഡിയോ ചെയ്ത് നമ്മൾ ആരെ സഹായിച്ചാലും ഇവരൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മളെ ശത്രുക്കളാവുന്ന ഒരു പ്രവണതയാണ്. നമ്മളൊന്നും അകവഴിക്ക് സഹായിക്കാനൊന്നും ആരെയും ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുകയാണ്. ഇപ്പോൾ സ്നേഹതരംഗ ചാരിറ്റബിൾ സൊസൈറ്റിയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് പേരെ സഹായിക്കാൻ വേണ്ടി ആദ്യം കണ്ണ് നിറഞ്ഞിട്ടാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ കണ്ണ് നിറഞ്ഞിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. സഹായിക്കാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും അതിൽ പിന്നിൽ ഒരുപാട് പേര് നമ്മുടെ ശത്രുക്കളായിട്ടും മാറും എന്നുള്ള ബോധ്യം കൊണ്ടാവണം. ആ ഒരു ബോധ്യം ഉണ്ടാക്കില്ല എന്തായാലും മാറണമെന്ന് പറഞ്ഞാൽ കത്തറിയുള്ളൂ. അങ്ങനെ പിന്നെ ചേച്ചി ഞാൻ സോഷ്യൽ ബാബു സുജിത്തിന്റെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ അറിയാം ചേച്ചിയെ. അപ്പം എല്ലാവരും പ്രിയപ്പെട്ടവർക്ക് അതൊരു ഉദ്ദേശമൊന്നുമല്ല, എൻ്റെ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലെന്ന് പറയാണ്. കുറച്ച് ആൾക്കാർ നമ്മൾ മാറി എന്നൊക്കെ പറയാം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അന്തസ്സായ ഒരു ജോലി മാർഗവും അത്യാവശ്യം കുടുംബത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വീട്ടിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ ചാരിറ്റി കൊണ്ട് ജീവിക്കേണ്ട ഒരു ആവശ്യം ഇന്നലെ വന്നിട്ടില്ല, ഇനിയും അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുക. എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി, സ്നേഹം, ഒരുപാട് സ്നേഹം അറിയും. പ്രിയപ്പെട്ട ജയിച്ചവരോടും അതുപോലെ എല്ലാവരോടും സാറിന്റെ ഇത് മുന്നേറെ കൊടുത്ത് പത്തനംതിട്ടയുടെയൊക്കെ ഒരു അഭിമാനമായിട്ടുള്ള മിസ് പത്തനംതിട്ട, ബോഡി ബിൽഡിങ്ങിന്റെ മിസ് പത്തനംതിട്ട പ്ലസ് ടു വിദ്യാർത്ഥിനിയായ അലീന BS ആണ്. അലീന വാഴകുളം സ്വദേശിയാണ്, പത്തനംതിട്ടക്കാരിയാണ്. 17 വയസ്സുള്ള അലീനയ്ക്ക് നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയ്യടി കൊടുത്താലും അതൊരു മതിയാവില്ല എന്ന് പറയാം. പ്രിയപ്പെട്ട അലീനയെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ആദരവ് നൽകാനായി പ്രിയപ്പെട്ട മുരളിച്ചേരനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ രക്തദാനം എന്ന് പറയുന്നത് വലിയൊരു മഹത്തായ സന്ദേശമല്ല, പ്രാണനൊറ്റി കൊടുക്കുന്നത് തന്നെയാണ്. രക്തം ദാനം ചെയ്യുന്നവർ എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തർ തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട BDKയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ സഹിതമുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് പുതിയൊരു രക്തദാന പ്രവർത്തകനെ ആദരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ നിലാവ് പള്ളിക്കോട് നിലാവ് രക്തദാന സേനയുടെ പ്രവർത്തകനായ ലിൻഡു ചന്ദ്രനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ആദരവ് നൽകാനായി പ്രിയപ്പെട്ട മുരളിച്ചേട്ടനെയും അതോടൊപ്പം സ്മിത്തിനെയും സുജിത് ബാബുവിനെയും കൂടെ ക്ഷണിക്കുന്നു. വളരെ സന്തോഷം. എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഗായിക മണ്ണരി നിർമ്മല പ്രദീപ്. ജയചേട്ടൻ മുൻപ് സൂചിപ്പിച്ചു ഞാൻ ഷോർട്ട് ഫിലിം സംവിധായികയാണെന്ന്. അപ്പൊ എന്റെ മനസ്സിലൊരു ഭയങ്കര വിങ്ങല് പോലെ, കാരണം 35 വർഷം കൊണ്ട് ഗാനമേള രംഗത്ത് സജീവമായിരിക്കുന്ന എന്നെ സംവിധായികയും കൂടെ ആണെന്ന് അറിയപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഈ അടുത്ത സമയത്ത് സംവിധാനം ചെയ്ത 2 ഷോർട്ട് ഫിലിമിലെ ഒന്നാമത്തെ ഷോർട്ട് ഫിലിം പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് അഭിനയിച്ച ആളാണ് ശ്രീ ജയചന്ദ്ര ചേട്ടൻ. ഇനി ഈ സ്നേഹതരംഗം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഇങ്ങനൊരു സംഘടന ഇത് ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ നമ്മുടെ ജയചന്ദ്ര ചേട്ടനോട് എങ്ങനെ നന്ദി പറയണം എന്നതിന് അറിയത്തില്ല. ഇങ്ങനൊരു കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത ഒരു ഗ്രൂപ്പാണ് ഇത്. അദ്ദേഹം അത് അദ്ദേഹത്തിന് എന്ത് കിട്ടാനാണ് എന്ന് നമുക്കറിയത്തില്ല, എങ്കിലും ആ കലയോടുള്ള സ്നേഹം ഭയങ്കര വലുതാണ് അദ്ദേഹത്തിന്റെ. വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസമില്ലാതെ കലാകാരന്മാരെ സമൂഹത്തിന് മുൻപിലേക്ക്, നല്ല കലയുള്ളവരെ സമൂഹത്തിന് മുൻപിൽ
അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു, എല്ലാവരെയും കണ്ടെത്തി. അങ്ങനെ ഒരു മനുഷ്യരോട് പോലും അദ്ദേഹത്തിന് ഒരു അസൂയയോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഇല്ലാത്ത വളരെ സാധുവായ വളരെ നിഷ്കളങ്കനായ ഒരു കലാകാരനാണ് ശ്രീ ജയൻ ചന്ദ്ര. അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. കാരണം ഞാൻ ഈ വന്ന വഴി എന്ന് പറയുന്നത് 35 വർഷം 5 വയസ്സ് തൊട്ട് കലാമേഖലയിൽ പല മേഖലയിൽ പരിശീലനയാണ് ഞാൻ. ഇപ്പൊ 3 സിനിമയിൽ പാടി 45 ആൽബങ്ങളും ചെയ്തു, 20 ഗാനങ്ങൾ സ്വന്തമായിട്ട് എഴുതി സംഗീതം നൽകി പാടി അഭിനയിച്ചു. ഇപ്പൊ കഥാപ്രസംഗം കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം, മിമിക്രി സാധുചേട്ടന്റെ കൂടെ സാബു നാരായണൻ സാറിന്റെ കൂടെ കേരളോത്സവത്തിലെ വനിതാ വിഭാഗം മിമിക്രി മത്സരത്തിന് എനിക്ക് 1ാം സ്ഥാനവും അദ്ദേഹത്തിന് പുരുഷ വിഭാഗത്തിൽ 1ാം സ്ഥാനമായിരുന്നു. അപ്പൊ കണ്ടു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം എന്റെ ഗ്രൂപ്പിൽ തന്നെ അദ്ദേഹം ഒരു വലിയ മെഗാ ഷോയില് വലിയൊരു ഷോ ചെയ്യുകയുണ്ടായി. അതുപോലെ ഒരുപാട് ഫേമസ് ആയി നിൽക്കുവാണെങ്കിൽ തന്നെ എന്റെ കല്യാണ വീഡിയോ അടുത്ത സമയത്ത് വൈറലായിട്ടുണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അച്ചയൻസ് മീഡിയയാണ്. അത് മീഡിയയിലിട്ട് കല്യാണ പെൺകുട്ടിയൊക്കെ ഇട്ട് തേനും പയമ്പോലുള്ള ഗാനം ആരംഭിച്ചു 21 വർഷങ്ങൾക്ക് മുൻപ്. പക്ഷെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വലിയ 3 ദിവസം കൊണ്ട് അടിച്ചു. അങ്ങനെ ഒരുപാട് ഫേമസ് ആകാൻ എവിടെ ചെല്ലുമ്പോൾ കല്യാണ പെണ്ണ് എന്ന് പറയുകയൊക്കെ ചെയ്ത അതിന്റെ ആ ഒരു എന്നെ അങ്ങനെ പോപ്പുലാരിറ്റി ആക്കിയത് നമ്മുടെ അച്ചയൻസ് മീഡിയയിലെ അച്ചയൻസ് ആണ്. വിളിച്ച് സാർ പറഞ്ഞതുപോലെ തന്നെ വന്ന വഴി ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഈ അച്ചയൻസ് മീഡിയയെ പരിചയപ്പെടുത്തി എനിക്ക് തന്നത് പ്രസിദ്ധ ഗായകൻ ശ്രീ ജയൻ ചന്ദ്ര ചേട്ടനാണ്. ഇങ്ങനൊരു ഗായികയുണ്ട്. അപ്പം ജയൻ ചന്ദ്ര ചേട്ടനോട് പറഞ്ഞത് നമ്മുടെ ബാബുവലി എന്നറിയപ്പെടുന്ന സുജിത്താണ്. അപ്പൊ ഇവരോട് എല്ലാവരും കണക്ഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ കലാജീവിതത്തിലെ ഓരോരോ വഴിത്തിരിവുകളും. ആരെയും നമുക്ക് മറക്കാൻ പറ്റത്തില്ല, എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അതുപോലെ ജയൻ ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല. കാരണം അതുപോലെ കലാകാർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു കലാകാരനാണ്. ഫീമെയിൽ വോയിസിലൂടെ ഒരുപാട് ഗാനങ്ങൾ പാടുന്ന അദ്ദേഹം എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയാനുള്ളത് നമ്മുടെ മുരളി പ്രധാന അതിഥിയായിട്ട് എത്തിച്ചേർന്നത് നമ്മുടെ മുരളി ചേട്ടനാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത പരിപാടികൾ നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. സത്യം പറഞ്ഞാല് ഈ യഥാർത്ഥ കലാകാരെ എല്ലാവരും കാണാതെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രധാന വാസ്തവം. ആവശ്യമില്ലാതെ പാട്ടുകൾ പാടിയും ആവശ്യമില്ലാതെ കുസൃതികൾ കാണിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ മാത്രം പൊക്കി പിടിച്ചെടുക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ. നമ്മുടെ യഥാർത്ഥ കഴിവുള്ള കലാകാരി എത്രയോ പേരുണ്ട്. നല്ല എഴുത്തുകാർ, നല്ല പാട്ടുകാർ, നല്ല അഭിനേതാക്കൾ എത്രയോ പേരുണ്ട്. ഈ ചുമ്മാതെ കിടന്ന് കലാവിനെ കൂട്ടുന്നവരെ മാത്രം എടുത്ത് പൊക്കിക്കൊണ്ടു പോകുന്ന ഇല്ലാത്ത സോഷ്യൽ മീഡിയയുടെ ഭയങ്കര ഒരു വെറുപ്പാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്നൊക്കെ ഉപരി ഇദ്ദേഹത്തിന്റെ വീഡിയോ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് വാസ്തവപരമായ ഒരു കാര്യത്തിനാണ് അദ്ദേഹം ഒരുപാട് ഈ ഒരു മീഡിയയിലൂടെ വരുന്നത്. അതിന്റെ ആവശ്യം അദ്ദേഹം അത് വളരെ ലഘുമായിരിക്കണം. അദ്ദേഹത്തിന് തെളിയിക്കപ്പെടുന്ന ഒരു വാസ്തവപരമായ കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം ഈ മീഡിയയിലൂടെ ഇങ്ങനെ ഓരോരോ വീഡിയോകൾ കണ്ടു, ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ അച്ചയൻസ് മീഡിയയെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹത്തെ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ്. എനിക്കത് ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം ജയസാറിന്റെ കണ്ണുകളുടെ തമ്മിൽ തമ്മിലുള്ള പാട്ട് ഞാൻ എല്ലാ ഗാനമേളയ്ക്കും പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ അദ്ദേഹം ഒരു വേദിയിൽ വന്നപ്പോൾ ഞാനത് പാടി അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് ചേഞ്ചായിട്ട് ഫീലൊക്കെയാണ് തോന്നിയത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് അഭിനയിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. അദ്ദേഹം സിനിമയിലേക്ക് വന്നു. വളരെ നല്ല രീതിയിൽ ഒരു ലക്ഷ്യബോധത്തിൽ അദ്ദേഹം എത്തിച്ചേരട്ടെ. അദ്ദേഹത്തിന്റെ അച്ഛനെ പോലെ തന്നെ നല്ലൊരു കലാകാരനായി ലോകം അറിയപ്പെടട്ടെ. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നാട് ഒരു ദിവസം വരും. അതിനുവേണ്ടി ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം സ്നേഹതരംഗം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തകർക്കും ഒരു കാര്യം, നമ്മുടെ KMC ഒരുപാട് സപ്പോർട്ടാണ്. എനിക്ക് ജയൻചേട്ടൻ പറഞ്ഞതുപോലെ ഭയങ്കര സപ്പോർട്ടാണ് KMC. അദ്ദേഹത്തിന്റെ വൈഫ് ആശ മാഡം, ഞങ്ങളിവിടെ റീൽസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയിട്ട് ക്ഷമിക്കണം. എതിരിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.